empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, ലോത്തിന്റെ ഭാര്യയിലൂടെ കർത്താവ് നമ്മോട് പറയുകയായിരുന്നു മുന്നറിയിപ്പുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം എന്താണെന്ന്. സങ്കീർത്തകനായ ദാവീദ് രാജാവ് 81-ാം സങ്കീർത്തനം 8-ാം തിരുവാക്യത്തിലൂടെ കർത്താവിന്റെ ഒരു വിഷമം നമ്മോട് പറയുന്നുണ്ട്. അവിടെ തിരുവചനം ഇപ്രകാരമാണ്: എന്റെ ജനമേ, ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇസ്രായേലേ, നീ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. കർത്താവ് നാം ഓരോരുത്തരോടും പറയുകയാണ്, താൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ കർത്താവിന്റെ ഓരോ മുന്നറിയിപ്പുകളും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ന്. എത്രമാത്രം മുന്നറിയിപ്പുകളാണ് കർത്താവ് നൽകുന്നതെന്ന് നമ്മൾ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് തന്റെ പ്രത്യാഗമനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ എല്ലാം മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്ന്. അത്രമാത്രം മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് തന്റെ പ്രത്യാഗമനത്തെ കുറിച്ച്. എത്രമാത്രം നമ്മൾ ആ മുന്നറിയിപ്പുകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കർത്താവ് ഇതുപോലെ നമ്മെ വഴി നടത്തുമ്പോൾ നമ്മൾ എങ്ങനെ പോണം, എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം കർത്താവ് നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടും എത്രമാത്രം നാം അതിനോടൊക്കെ ചേർന്ന് പോകുന്നുണ്ട്. നമ്മൾ സ്വയം ചിന്തിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവിന്റെ കൃപ കടന്നു വരുവാനായിട്ട്, കർത്താവ് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആ മുന്നറിയിപ്പുകൾക്ക് ആവശ്യമായ മുൻഗണന കൊടുക്കുവാനുള്ള അഭിഷേകം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ നടത്തിയ വഴികളെ ഓർത്ത്, നമ്മെ അനുദിനം കൈപിടിച്ച് നടത്തുന്നതിനെ ഓർത്ത്, അതുപോലെ നമ്മെ ഇതുപോലെ മുന്നറിയിപ്പുകൾ നൽകി അവിടുത്തെ സ്നേഹത്തിൽ നിലനിർത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഒന്ന് ചേർന്ന് ഏക മനസ്സോടെ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. സ്നേഹമെന്നെ കാത്തു സൂക്ഷിച്ചു, നിൻ കൃപയിൽ ഇന്നയോളം നിന്നു പോരുവാൻ. ഹല്ലേലൂയ. യേശുവേ, നിൻ സ്നേഹമെന്നെ കാത്തു സൂക്ഷിച്ചു, നിൻ കൃപയിൽ ഇന്നയോളം നിന്നു പോരുവാൻ. നന്ദി ഈശോയെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നയിപ്പിനെ ഓർത്ത് നന്ദി പറയുന്നു. 6 ലക്ഷം യോദ്ധാക്കളായി എണ്ണിയവരിൽ അന്ത്യം 2 പേരായി തീർന്നതോർക്കിൽ ഭീതിയുണ്ടെന്നിൽ. 6 ലക്ഷം യോദ്ധാക്കളായി എണ്ണിയവരിൽ അന്ത്യം 2 പേരായി തീർന്നതോർക്കിൽ ഭീതിയുണ്ടെന്നിൽ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് നൽകുന്ന മുന്നറിയിപ്പുകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. അങ്ങയുടെ വഴി നടത്തലിനെ ഓർത്ത് നന്ദി പറയുകയാണ്. പിറുപിറുപ്പും മറുതലിപ്പും വന്നു പോകാതെ എന്നെ കരങ്ങളിൽ നീ പരിപാലിക്കാ പരമരാജാവേ. പിറുപിറുപ്പും മറുതലിപ്പും വന്നു പോകാതെ എന്നെ കരങ്ങളിൽ നീ പരിപാലിക്കാ പരമരാജാവേ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയെ വേദനിപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ഈശോയെ. ഞങ്ങൾ അങ്ങയുടെ സ്വന്തമായി സൂക്ഷിക്കണമേ ഈശോയെ.
ഒക്കെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച അങ്ങയുടെ ആ കരുതലിന്റെ സ്നേഹത്തെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവേ ഞങ്ങൾ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ആവശ്യമായ അഭിഷേകം, ആവശ്യമായ കൃപകൾ ഈശോയിൽ നിന്ന് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വാങ്ങി തരണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, മുന്നറിയിപ്പുകളെ വളരെയേറെ ശ്രദ്ധയോടെ കാത്ത് പരിപാലിച്ച യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾക്കനുസരിച്ച് ക്രമീകരിക്കപ്പെടുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തിലൂടെ കർത്താവ് നൽകുന്ന പാഠങ്ങളെ പഠിച്ചു വരികയായിരുന്നു. സുവിശേഷങ്ങളിൽ കർത്താവ് തന്നെ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ലോത്തിന്റെ ഭാര്യയെ ഓർമ്മിക്കുവിനെന്ന്. ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തിലൂടെ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കണ്ടു, മുന്നറിയിപ്പുകളെ നമ്മൾ എത്രമാത്രം ഗൗരവമായി കാണണമെന്ന് ലോത്തിന്റെ ഭാര്യയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. വീണ്ടും നമുക്ക് ആ തിരുവചന ഭാഗത്തേക്കൊന്ന് കടന്നു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 17-ാം തിരുവാക്യത്തിൽ ദൂതന്മാർ ആ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാനായിട്ട്, അവരെ ആ ഒരു നാശത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് കർത്താവ് അയച്ച ദൂതന്മാർ അവരുടെ ഭവനത്തിൽ വന്ന് അവർക്ക് നൽകിയ നിർദ്ദേശമാണ് നമ്മൾ വായിച്ചു കേൾക്കാനായി പോകുന്നത്. അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. ഇന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതുവർഷത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഈ ഒരു അവസരത്തിൽ കർത്താവ് നാം ഓരോരുത്തരോടും പറയുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ ദൂതനിലൂടെ ലോത്തിന്റെ കുടുംബത്തോട് പറഞ്ഞ ഈ ഒരു വാക്യത്തില് കർത്താവ് നാം ഓരോരുത്തരോടും നമ്മുടെ കുടുംബത്തോടും ചിലതൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ദൂതൻ എന്താ പറഞ്ഞത്? നമുക്കതിലെ ഓരോ വാക്യങ്ങളായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക. കർത്താവിന്റെ ദൂതൻ പറയുകയാണ്, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്നീട് പിന്തിരിഞ്ഞു നോക്കരുത്. ആ ഓടിപ്പോകുന്നതിന്റെ ഇടയിൽ നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കരുത്. താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്. താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്. വീണ്ടും പറയുകയാണ്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക. മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. ഇവിടെ കർത്താവിന്റെ ദൂതൻ ലോത്തിന്റെ കുടുംബത്തോട് പറഞ്ഞ കാര്യം നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും നമുക്ക് സ്വന്തമാക്കാൻ വളരെയേറെ സാധിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ എന്താ പറഞ്ഞത്? ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഓടിപ്പോവുക. സോദോം എന്ന് പറയുന്നത് നാശത്തിന്റെ ഒരു സ്ഥലമായിരുന്നു. തിന്മ നിറഞ്ഞ, പാപമ്ലേച്ഛതകളാൽ നിറയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് നിന്ന്, പാപത്തിൽ നിന്ന്, ആ മ്ലേച്ഛതയിൽ നിന്ന് ജീവൻ വേണമെങ്കിൽ ഓടിപ്പോകാനാ പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ചുറ്റും പാപത്തിന്റെ, മ്ലേച്ഛതയുടെ പല പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കർത്താവ് നമ്മോട് പറയുകയാണ്, നിത്യജീവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം ഓടിപ്പോകാനാ കർത്താവ് പറയുന്നത്. അതിൽ തങ്ങി നിൽക്കാതെ, അതിന്റെ ആ ഒരു സുഖത്തിലേക്ക് ലയിച്ചു ചേരാതെ, നിത്യജീവൻ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഓടിപ്പോവുക. ആ ഓടിപ്പോകുന്ന പോക്കിൽ പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് എടുത്തു പറയുകയാണ്. നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക്, നിങ്ങൾ നടന്നു പോന്ന വഴികളിലേക്ക്, നിങ്ങളുടെ ആ പാപമ്ലേച്ഛതകളിലേക്ക് നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കരുത്. താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്. അവിടെ ആ സുഖകരമായ അവസ്ഥകളിൽ ഒന്നും തങ്ങി നിൽക്കാതെ
മലമുകളിലേക്ക് ഓടിപ്പോകാനാ കർത്താവിന്റെ വചനം പറയുന്നത്. മലമുകൾ എന്ന് പറയുന്നത് എപ്പോഴും കർത്താവിന്റെ സാന്നിധ്യത്തെയാ തിരുവചനത്തിൽ നമുക്ക് പ്രതിനിധീകരിക്കുന്നത്. ആ താഴ്വരകളിലെ സുഖങ്ങളെ എല്ലാം വിട്ട്, പാപത്തിന്റെ സുഖങ്ങളെ എല്ലാം വിട്ട് പിന്തിരിഞ്ഞു നോക്കാതെ മലമുകളിലേക്ക് ഓടിക്കയറാനാ ഈ പുതുവർഷത്തിൽ കർത്താവ് നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇവിടെ ലോത്തിന്റെ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? ലോത്തിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും സാധിച്ചില്ല. അവൾക്ക് അതെല്ലാം വിട്ടുപോകാൻ സാധിച്ചില്ല. എന്താ തിരുവചനം പറയുന്നേ? 19-ാം അധ്യായം 26-ാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരുകയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. ഇവിടെ കർത്താവിന്റെ ആ ഒരു ആഹ്വാനം സ്വീകരിക്കാൻ അവൾക്ക് സാധിച്ചില്ല. അവൾക്ക് അതിന് വിട്ടുപോകാൻ സാധിച്ചില്ല. ആ ലോത്തിന്റെ കുടുംബത്തിന് സോദോമുമായിട്ട് അത്രമാത്രം ബന്ധമുണ്ടായിരുന്നു. വർഷങ്ങൾ അവരവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ലോത്തിന്റെ ഭാര്യയെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാം വിട്ടുപോകാൻ അവൾക്ക് പൂർണ്ണ മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ പിന്തിരിഞ്ഞു നോക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള ആഗ്രഹമായിരിക്കാം. അല്ലെങ്കിൽ താൻ കാത്തുപോകുന്ന തന്റെ ഭവനം, തനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വെന്തു പോകുന്നത് കണ്ടിട്ടുള്ള വിഷമമാകാം. എന്താണെങ്കിലും അതിൽ നിന്ന് അങ്ങോട്ട് വേർപെട്ടു പോരാൻ അവൾക്ക് സാധിച്ചില്ല. അവൾ പിന്തിരിഞ്ഞു നോക്കുകയാണ്. പിന്തിരിഞ്ഞു നോക്കിയ അവൾ അവിടെ നിശ്ചലമായി പോവുകയാ. അവളുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. ആ ജീവിതം നശിച്ചു പോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, താഴ്വരയിൽ എങ്ങും തങ്ങാതെ ആ സോദോമിന്റെ പാപത്തെ എല്ലാം വിട്ടുപേക്ഷിച്ച് ജീവൻ വേണമെങ്കിൽ പിന്തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോകാൻ കർത്താവ് ലോത്തിന്റെ ഭാര്യയിലൂടെ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ഒരു പുതുവർഷത്തിൽ നമ്മളൊരു പുതിയ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക്, എല്ലാം ഒരു പുതിയതിലേക്ക് കടക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പഴയ ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ വീഴ്ചകൾ ഉണ്ടായിരിക്കാം. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ദേഷ്യങ്ങൾ, പലരോടുമുള്ള വിദ്വേഷങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കാം. കർത്താവ് പറയുകയാണ്, നിത്യജീവൻ വേണമെങ്കിൽ ഇതൊരു അവസരമാണ്. അതെല്ലാം വിട്ടുപേക്ഷിച്ച് ഓടിക്കൊള്ളാനാ കർത്താവ് പറയുന്നത്. പിന്തിരിഞ്ഞു നോക്കാതെ പുതിയൊരു ജീവിതത്തിലേക്ക്, കർത്താവിനോട് ചേർന്ന് മലമുകളിലേക്ക് കയറി കർത്താവിന്റെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. നമുക്ക് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ 5-ാം അധ്യായം 17-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് എന്താണ് പറയുന്നത്? ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിലാണെങ്കിൽ, ഇവിടെ തിരുവചനത്തിൽ നമ്മൾ കണ്ടതുപോലെ മലമുകളിലേക്ക് നമ്മൾ കയറിയെങ്കിൽ അവിടെ അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി എന്ന തിരുവചനം പറയുന്നേ. നമ്മുടെ പഴയ ജീവിതത്തിലെ എല്ലാം കടന്നുപോയി, പുതിയതായി നമ്മൾ മാറുകയാണ്. ആ ഒരു പുതുമയിലേക്കാ കർത്താവ് നമ്മെ ഇന്ന് ക്ഷണിക്കുന്നത്. പുതിയത് വന്നു കഴിഞ്ഞു. പുതിയ ആ ഒരു ജീവിതത്തിൽ ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ഒരു പുതിയ സൃഷ്ടിയായി മുന്നേറുവാനാ ഈ ഒരു പുതുവർഷത്തിലേക്ക് കയറുമ്പോൾ കർത്താവ് നാം ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. വീണ്ടും ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവാക്യത്തിന്റെ 2-ാം ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട്, പൗലോസ്ലീഹ പറയുകയാണ്, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. വീണ്ടും 14-ാം വാക്യത്തിൽ എന്താണ് തന്റെ മുൻപിലുള്ളതെന്ന് പൗലോസ്ലീഹ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. പൗലോസ്ലീഹയുടെ ലക്ഷ്യം അതായിരുന്നു. ആ ലക്ഷ്യത്തിലേക്കാണ്, യേശു ക്രിസ്തുവിലൂടെ ആ ഉന്നതത്തിലേക്കുള്ള ഒരു വിളി, അതിലേക്ക് മാത്രം നോക്കിക്കൊണ്ടാ പൗലോസ്ലീഹ മുന്നോട്ട് പോകുന്നത്. പിന്നിലുള്ളവയൊന്നും പൗലോസ്ലീഹ പിന്നെ ഓർക്കുന്നേയില്ല. പിന്നിലുള്ളവയെല്ലാം വിസ്മരിച്ചിട്ടാണ് പൗലോസ്ലീഹ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ വേറെ ലക്ഷ്യങ്ങളൊന്നും പൗലോസ്ലീഹയ്ക്കില്ല, ഒരൊറ്റ ലക്ഷ്യം മാത്രം. ഇതാണ് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ കർത്താവ് നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരുന്നത്. ഹെബ്രായർക്കുള്ള ലേഖനം അവിടെ 12-ാം അധ്യായം 2-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ
യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. നമ്മുടെ ഈ വിശ്വാസ ഓട്ടം അതിനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ പ്രിയമുള്ളവരെ. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥൻ, നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണതയിൽ എത്തിക്കുന്നവൻ, യേശുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. അവിടെയും ഇവിടെയും നമ്മുടെ പിന്നിലും ഒക്കെ ഉള്ളത് നോക്കിയാൽ നമ്മുടെ ലക്ഷ്യം മാറിപ്പോവുകയാണ്. നമുക്കൊരൊറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചാലേ നമുക്ക് കർത്താവിൽ ഒന്നായി തീരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കണ്ടു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോകാനാ പറയുന്നത്. ഒരു ഓട്ടത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം നമ്മുടെ കർത്താവാണ്. കർത്താവിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടാനാ ഈ ലേഖനങ്ങളിലൂടെ എല്ലാം കർത്താവിന്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ ലക്ഷ്യം തെറ്റിപ്പോയാൽ അവിടെ നമ്മൾ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. നമ്മൾ സ്റ്റക്കായി പോകും. നമ്മൾ നമ്മുടെ ആത്മീയ ഓട്ടത്തിൽ സ്റ്റക്കായി പോകും. മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നമ്മുടെ ലക്ഷ്യം, ലക്ഷ്യം ഒരിക്കലും മാറിപ്പോകരുത്. അത് കർത്താവ് മാത്രമാണ്. വീണ്ടും വീണ്ടും സുവിശേഷങ്ങളിൽ, ഈ ലേഖനങ്ങളിലെല്ലാം അപ്പസ്തോലന്മാർ നമ്മോട് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. പിന്തിരിഞ്ഞു നോക്കരുത്, പിന്നിലുള്ളവയെ വിസ്മരിക്കുക. നമുക്ക് ഇതുപോലെ പുതിയ സൃഷ്ടിയായ കുറച്ച് പേര് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പുതിയ സൃഷ്ടിയായവർ ക്രിസ്തുവിലേക്ക് കടന്നു വന്നപ്പോൾ പഴയതെല്ലാം വിസ്മരിച്ച്, പിന്നിലുള്ളവയെല്ലാം വിസ്മരിച്ച് പുതിയ സൃഷ്ടിയായവരെ നമുക്കൊന്ന് പരിശോധിക്കാം. പൗലോസ്ലീഹായെ തന്നെ നമുക്കൊന്ന് എടുക്കാം. നമുക്കറിയാം, പൗലോസ്ലീഹ സാവൂൾ ആയിരുന്ന കാലത്തിന്റെ ഒരു ലേശം, ഒരു അംശം പോലും ഒരു പുതിയ സൃഷ്ടിയായ പൗലോസിൽ നമ്മൾ കാണുന്നില്ല. സൗൾ ആയിരുന്നപ്പോൾ പൗലോസ് എന്തായിരുന്നുവോ പഴയത് മുഴുവൻ മാറിപ്പോവുകയാണ്. പഴയത് കടന്നു പോവുകയാണ്. പുതിയത് വന്നു കഴിഞ്ഞു. പുതിയതിലേക്കാണ് പൗലോസ്ലീഹ കടന്നു വരുന്നത്. ഇതിനെക്കുറിച്ച് പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാം തിരുവാക്യത്തിന്റെ അവസാന ഭാഗം തൊട്ട് ഒന്ന് ശ്രദ്ധിക്കാം. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇവിടെ പൗലോസ്ലീഹ യേശുവിനെ പ്രതി, കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ, ഒരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞപ്പോൾ പഴയ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തി എന്നാ പൗലോസ്ലീഹ പറയുന്നേ. അതൊക്കെ ഉച്ഛിഷ്ടം പോലെ കാണാനുള്ള ഒരു കൃപ, അതാണ് ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഒരു പുതിയ സൃഷ്ടിയാകാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ക്രിസ്തുവിലായിട്ടില്ല എന്ന് തന്നെയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതിനെ എല്ലാം വിസ്മരിച്ച് കർത്താവിനോട് ചേർന്ന് പുതിയൊരു ജീവിതമായിരിക്കും പിന്നീട് ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുക. അതല്ലേ പൗലോസ്ലീഹ നമുക്ക് കാണിച്ചു തന്നത്. പഴയ സാവൂളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ പൗലോസിനെയാ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയിൽ കാണുന്നത്. നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന പലരും, പ്രത്യേകിച്ച് കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവർക്ക് വരുന്ന മാറ്റം സുവിശേഷങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. നമുക്കറിയാം, മഗ്ദലന മറിയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അവളുടെ പഴയ ജീവിത രീതി എന്തായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അവൾ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. പിന്നീട് പഴയതിന്റെ യാതൊരു ഹോൾഡും അവളുടെ ഒരു പുതിയ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കർത്താവിനോട് ചേർന്ന് അവൾ തന്റെ പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാ. കർത്താവിനും കർത്താവിന്റെ സഭയ്ക്കും വേണ്ടിയായിരുന്നു മറിയം മഗ്ദലനായുടെ പുതിയ ജീവിതം ഉണ്ടായിരുന്നത്. പരിപൂർണമായിട്ടും പഴയ ജീവിതത്തിന്റെ യാതൊന്നും അവളെ അലട്ടിയിരുന്നേയില്ല. ജനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോഴും കർത്താവിന്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോഴും എല്ലാം അവളുടെ പഴമയെ കുറിച്ച് അവൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവളെ പിന്മാറ്റത്തിലേക്ക് നയിക്കുമായിരുന്നു. എന്നാൽ അവൾ ഒരു പുതിയ സൃഷ്ടിയായിരുന്നു. അവൾ എല്ലാം പുതിയതായിരുന്നു. പിന്തിരിഞ്ഞു നോക്കാൻ അവൾ ഒരിക്കലും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ഒരു ധീര സാക്ഷിയായിട്ട് അവൾ മാറുകയാണ്. നമുക്കറിയാം അഗസ്തീനോസിനെ കുറിച്ച്. സെന്റ് അഗസ്റ്റിന്റെ പഴയ ജീവിതത്തിൽ നിന്നും നേർ വിപരീതമായിരുന്നു കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പുതിയ ജീവിതം. പഴയ ജീവിതത്തിന്റെ യാതൊന്നും സെന്റ് അഗസ്റ്റിന്റെ പുതിയ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല. പിന്തിരിഞ്ഞു നോക്കാൻ അദ്ദേഹം ഒരിക്കലും തുനിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു താൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി.
ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി കർത്താവിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും സെന്റ് അഗസ്റ്റിൻ പിന്നെ നോക്കുന്നില്ല. അദ്ദേഹം ഒരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ അദ്ദേഹം പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കർത്താവ് നമുക്ക് വീണ്ടും ഒരു അവസരം നൽകുകയാ, ഒരു പുതിയ സൃഷ്ടിയാകുവാനായിട്ട്. കർത്താവ് സുവിശേഷങ്ങളിൽ നമുക്കൊരു ആഹ്വാനം നൽകുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും ഒക്കെ നമുക്ക് ഈ ആഹ്വാനം കാണാൻ സാധിക്കും. നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 16ഉം 17ഉം തിരുവാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിക്കഷണം വസ്ത്രത്തിൽ നിന്നും കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ഇവിടെ കർത്താവ് എന്താ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? പഴയ ഒരു തുണിക്കഷ്ണത്തിലേക്ക് പുതിയ തുണിക്കഷ്ണം ചേർത്ത് വെക്കത്തില്ല എന്നാണ്. അങ്ങനെ വെച്ചാൽ അത് നശിച്ചു പോകും. ഇത് നമ്മുടെ ആ ഒരു ജീവിതത്തിലേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ, നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ, അത് ആ പഴയ ജീവിതത്തിലേക്ക് കൂട്ടിവെക്കാൻ നോക്കിയാൽ അത് അവിടെ ഫിറ്റ് ആവുകയില്ല എന്നാ കർത്താവ് പറയുന്നത്. അത് നശിച്ചു പോകും, അത് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നാ കർത്താവ് പറയുന്നത്. വീണ്ടും 17-ാം തിരുവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. ഇവിടെ പുതിയ വീഞ്ഞ്, പുതിയ ഒരു ജീവിത രീതി, അത് പുതിയ തോൽക്കുടങ്ങളിലായിരിക്കണം. അവിടെ പഴയതിൻ്റെ ഒന്നും പാടില്ല. പഴയതിലേക്ക് നമ്മൾ പുതിയ ജീവിത രീതിയെ കൊണ്ടുവരാൻ നോക്കിയാൽ അവിടെ നിലനിൽക്കുകയില്ല, അത് നശിച്ചു പോകും, അത് നിൽക്കുകയില്ല എന്നാ കർത്താവിന്റെ വചനം പറയുന്നത്. പുതിയ മനുഷ്യന് പുതിയ ജീവിത രീതിയാണ്. എല്ലാം പുതിയതാണ്, എല്ലാം പുതിയതാണ്. പഴയത് കടന്നുപോയി എന്നാ തിരുവചനം പറയുന്നേ. ഇവിടെ നമ്മൾ തുടങ്ങിയത് ലോത്തിന്റെ ഭാര്യയിൽ നിന്നാണ്. അവൾ പിന്തിരിഞ്ഞു നോക്കുകയാ തന്റെ പഴയ ജീവിതത്തിലേക്ക്. പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അവിടെ സ്റ്റക്കായി പോവുകയാണ്. ഇത് തന്നെയാ കർത്താവും കർത്താവിന്റെ ശിഷ്യന്മാരും എല്ലാം നമ്മോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പഴയ ജീവിത രീതിയിലേക്ക് തിരിഞ്ഞു നോക്കി അവിടുത്തെ സുഖങ്ങൾ അല്ലെങ്കിൽ അവിടെ വന്നു പോയ വീഴ്ചകള്, ഇതിലേക്കൊന്നും നമ്മൾ തിരിഞ്ഞു പോകരുത്. അതെല്ലാം പോയ കാര്യങ്ങളാണ്. പുതിയ മനുഷ്യൻ പുതിയ തോൽക്കുടമായിട്ട് പഴയതിനെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു തോൽക്കുടമായിട്ട് പുതിയൊരു മനുഷ്യനായിട്ട് മാറാനാ ലോത്തിന്റെ ഭാര്യയിലൂടെ ഇന്ന് ഈ ഒരു പുതുവർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവ് നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. കർത്താവിന്റെ ഒരു ആഹ്വാനം നമുക്ക് സ്വീകരിക്കാൻ പ്രിയമുള്ളവരെ. കർത്താവ് വീണ്ടും വീണ്ടും നമ്മോട് ആവശ്യപ്പെട്ടതാണ്. ലൂക്കാസ്ലിഹായുടെ സുവിശേഷം 17-ാം അധ്യായം 32-ാം തിരുവാക്യം നമ്മൾ പലയാവർത്തി കേട്ടതാണ്. ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് കേൾക്കാം. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. കർത്താവ് നാം ഓരോരുത്തരോടും പറയുകയാണ്, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. നമ്മുടെ ഓരോരുത്തരുടെ ഓർമ്മയിൽ അത് ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു വർഷം 2025 വർഷത്തിന്റെ അവസാനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ ഒരു വർഷത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പിന്തിരിഞ്ഞു നോക്കി നമുക്ക് വന്ന വീഴ്ചകളെ കുറിച്ച് പരിതപിച്ച് വീണ്ടും ആ ഒരു വിഷാദത്തിലേക്ക് പോകാതെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർക്കാതെ അതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ ദൂതൻ പറഞ്ഞതുപോലെ ജീവൻ വേണമെങ്കിൽ നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകാനാ പറയുന്നത്. ആ ഒരു പഴയ ജീവിതത്തിലേക്ക് നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കരുത്. അവിടെ ഉണ്ടായിരുന്ന താഴ്വരകളിൽ ഒന്നും തങ്ങരുത്. എല്ലാം പുതിയതിലേക്ക്, ഒരു പുതിയ സൃഷ്ടിയായി കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമുക്ക് മാറാം. 2026 നാം ഓരോരുത്തരും കർത്താവിന് വേണ്ടിയുള്ളവരാകട്ടെ, കർത്താവിനെ പ്രതി ജ്വലിക്കുന്നവരാകട്ടെ. ആ ഒരു കൃപയ്ക്കായിട്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. കർത്താവിന്റെ കൃപ നാം ഓരോരുത്തരേക്കും കടന്നു വരുവാൻ ഈ ഒരു വർഷക്കാലം കർത്താവ് നൽകിയ നന്മകളെയൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക്, കർത്താവിനെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള ആഗ്രഹത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ
നമുക്കായിരിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ് അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട്, അങ്ങ് നൽകുന്ന ആഹ്വാനങ്ങൾക്കായിട്ട്, ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഇത്തിരി പോലായി എന്നെ ഒത്തിരി സ്നേഹിച്ച ദൈവമേ, ഇത്തിരി നാളുള്ള ജീവിതത്തിൽ ഞാൻ ഒത്തിരി നന്ദി ചൊല്ലിടും നീ, ഒത്തിരി നന്ദി ചൊല്ലിടും നീ. നന്ദി ഈശോ. ഇത്തിരി പോലായി എന്നെ ഒത്തിരി സ്നേഹിച്ച ദൈവമേ, ഇത്തിരി നാളുള്ള ജീവിതത്തിൽ ഞാൻ ഒത്തിരി നന്ദി ചൊല്ലിടും നീ, ഒത്തിരി നന്ദി ചൊല്ലിടും നീ. നന്ദി എൻ കർത്താവേ, നന്ദി എൻ യഹോവേ, നന്ദി എൻ യേശുനാഥാ, നന്ദി എൻ ദൈവമേ. നന്ദി എൻ കർത്താവേ, നന്ദി എൻ യഹോവേ, നന്ദി എൻ യേശുനാഥാ, നന്ദി എൻ ദൈവമേ. ഈശോയെ, ഞങ്ങൾ ഏക മനസ്സോടെ അങ്ങേക്ക് നന്ദി പറയുകയാണ്. അങ്ങ് ഞങ്ങളെ നടത്തിയ വലിയ വിധങ്ങളെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ ആഹ്വാനങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന പുതിയ പുതിയ ബോധ്യങ്ങളെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ അങ്ങ് ചൊരിഞ്ഞ വലിയ നന്മകൾക്കായിട്ട് ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നാളുണ്ടിനിയും അത് എത്ര നാളായാലും കർത്താവ് ചെയ്തത് നന്മകൾ ഓർത്തു ഞാൻ എന്നെന്നും വാഴ്ത്തിടുമേ. എത്ര നാളുണ്ടിനിയും അത് എത്ര നാളായാലും കർത്താവ് ചെയ്തത് നന്മകൾ ഓർത്തു ഞാൻ എന്നെന്നും വാഴ്ത്തിടുമേ. നന്ദി എൻ കർത്താവേ, നന്ദി എൻ യഹോവേ, നന്ദി എൻ യേശുനാഥാ, നന്ദി എൻ ദൈവമേ. നന്ദി എൻ കർത്താവേ, നന്ദി എൻ യഹോവേ, നന്ദി എൻ യേശുനാഥാ, നന്ദി എൻ ദൈവമേ. നന്ദി എൻ കർത്താവേ, നന്ദി എൻ യഹോവേ, നന്ദി എൻ യേശുനാഥാ, നന്ദി എൻ ദൈവമേ. ഈശോയെ നന്ദി നന്ദി. എൻ ദൈവമേ. ഹല്ലേലൂയ, നന്ദി എൻ ദൈവമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി ഈശോയെ. എല്ലാറ്റിനും കർത്താവെ ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം ആശംസിക്കുകയാണ്. കർത്താവിലേക്ക് കൂടുതൽ കൂടുതൽ നടന്നടക്കുവാൻ, കർത്താവിനോട് കൂടുതൽ ഐക്യപ്പെടുവാൻ, വചനത്തിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെടുവാൻ ഈ ഒരു പുതുവർഷത്തിൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാവരെയും പരിപാലിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.